ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 10th പ്രിലിംസിന് വേണ്ടിയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട 50 മുൻകാല ചോദ്യങ്ങളാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. പ്രധാന 50 മുൻകാല ചോദ്യങ്ങൾ. ഇന്ത്യൻ ഭരണഘടനാ ദിനം ചോദിച്ചാൽ അത് നവംബർ 26 നവംബർ 26 ഇന്ത്യയിലെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയി ആചരിക്കുന്നത് നവംബർ 26. അപ്പോൾ ഭരണഘടനാ ദിനമായി ആചരിക്കാനുള്ള കാരണം ചോദിച്ചാൽ 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ 26. ഇനി നിലവിൽ വന്നതോ? ഭരണഘടന നിലവിൽ വന്നതെന്നാണ്? ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ടും ആചരിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ 26 ഭരണഘടന നിലവിൽ വന്നിട്ടുള്ളത് 1950 ജനുവരി 26. അപ്പോൾ ഇന്ത്യയിലെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുന്ന ഭരണഘടനാ അനുച്ഛേദം ചോദിച്ചാൽ അനുച്ഛേദം 25 മുതൽ 28 വരെയാണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ പറയുന്നത്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പഠിച്ചു വെക്കുക. 25 മുതൽ 28 വരെയാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതി. 1976 42ാം ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ്. അപ്പോൾ ശ്വാസകോശം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ന്യൂമോണിയ ബാധിക്കുന്ന ശരീരഭാഗം ചോദിച്ചാൽ ഏതാണ്? ന്യൂമോണിയ ബാധിക്കുന്നത് ശ്വാസകോശത്തെ ബാധിക്കുന്ന അണുബാധയാണ് ന്യൂമോണിയ. അതുപോലെ പഠിച്ചു ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലം ചോദിച്ചാൽ ഏതാണ്? പ്ലൂറയാണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് പ്ലൂറ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ചോദിച്ചാൽ അത് ശ്വാസകോശമാണ്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഇതുപോലെ നിങ്ങൾ റിവിഷൻ ചെയ്യുക. അപ്പോൾ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ്. ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവ കാർബൺ എന്ന മൂലകത്തിന്റെ രൂപാന്തരങ്ങളാണ്. ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവ കാർബൺ എന്ന മൂലകത്തിന്റെ രൂപാന്തരങ്ങളാണ്. 1920 തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ രൂപീകരിക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച വ്യക്തി. 1920 തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ രൂപീകരിക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച വ്യക്തിയാണ് വേലുക്കുട്ടി അരയൻ. പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ആയി ചോദിക്കുന്നുണ്ട്. 1920 തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ രൂപീകരിക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച വ്യക്തിയാണ് വേലുക്കുട്ടി അരയൻ. മദ്രാസ് ലേബർ യൂണിയൻ സ്ഥാപിച്ചതാരാണ്? BP വാഡിയയാണ് മദ്രാസ് ലേബർ യൂണിയൻ സ്ഥാപിച്ചത്. അപ്പോൾ നമുക്ക് എങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്ത് പോവാം. അപ്പോൾ മദ്രാസ് ലേബർ യൂണിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് മോഹൻലാലിനെ ഓർക്കാം അല്ലേ? മോഹൻലാലിന്റെ ക്യാരക്ടറിനെ കണക്ട് ചെയ്യാം. മദ്രാസിലോട്ട് പോകുന്നത് മോഹൻലാലും ശ്രീനിവാസനും ആ ഒരു കൂട്ടുകെട്ടില്ലേ, അവരെന്താണ് അവിടെ പോയി തൊഴിലൊക്കെ ചെയ്യുന്നു. എന്താ മോഹൻലാൽ ചെയ്യുന്നത്? പച്ചക്കറിയാണല്ലോ, വാടിയ പച്ചക്കറി എന്നോർക്കാം. മദ്രാസ് ലേബർ യൂണിയൻ സ്ഥാപിച്ചത് BP വാഡിയ. ഓർത്തിരിക്കുക, മദ്രാസ്
മദ്രാസ് ലേബർ യൂണിയൻ സ്ഥാപിച്ചത് BP വാഡിയ. ഗൾഫ് സ്ട്രീം ഏത് സമുദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗൾഫ് സ്ട്രീം ഏത് സമുദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അറ്റ്ലാന്റിക് സമുദ്രമാണ്. അപ്പോൾ ഗൾഫിലോട്ട് പോവാൻ എന്താണ്? കടലിന്റെ അറ്റം കാണണം എന്നോർത്താൽ മതി. അറ്റം, ഗൾഫ് എന്ന് പറയുമ്പോൾ കടലിന്റെ അറ്റമാണ് എന്നോർത്താൽ. ഗൾഫ് സ്ട്രീം ഏത് സമുദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഏതു മതത്തിലെ സേവന ജാതിക്കാർ നേരിടുന്ന വിവേചനപരമായ അനുഭവങ്ങൾക്ക് മറുപടിയായിട്ടാണ് പൊയ്കയിൽ കുമാരഗുരുദേവൻ PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്? പൊയ്കയിൽ കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചിട്ടുള്ളത് ഏതു മതത്തിലെ സേവന ജാതിക്കാർ നേരിടുന്ന വിവേചനപരമായ അനുഭവങ്ങൾക്ക് മറുപടിയായിട്ടാണ്? ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങളാണ്. ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങളാണ്. നോട്ട് ചെയ്ത് വെക്കുക, ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ചോദിച്ചാൽ അത് ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ആണ് ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തേത്, ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ചോദിച്ചാൽ അത് നീലഗിരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി. ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ചോദിച്ചാൽ അത് ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ചോദിച്ചാൽ ഏതാണ്? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? അഗസ്ത്യാർകൂടമാണ്. അഗസ്ത്യാർകൂടമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രം എഴുതപ്പെട്ടത് ആരുടേതാണ്? മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രം എഴുതപ്പെട്ടത് ആരുടേതാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് കേട്ടോ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രം എഴുതപ്പെട്ടത് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമായത്. കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമായിട്ടുള്ള വർഷം ചോദിച്ചാൽ 1945. 1945 കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമായിട്ടുള്ളത്. വാസ്കോഡ ഗാമ ആദ്യമായി മലബാർ തീരത്ത് എത്തിച്ചേർന്നത്. വാസ്കോഡ ഗാമ ആദ്യമായി മലബാർ തീരത്ത് എത്തിച്ചേർന്ന വർഷം ചോദിച്ചാൽ 1498 മെയ് 20 വാസ്കോഡ ഗാമയും കൂട്ടരും കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് 1498 മെയ് 20 വാസ്കോഡ ഗാമയും കൂട്ടരും 3 കപ്പലുകളിലായിട്ടാണ് കാപ്പാട് എത്തിച്ചേരുന്നത്. സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഹേൽ, സെന്റ് ബറിയോ. സെന്റ് ഗബ്രിയേൽ കപ്പലിലാണ് ആര് സഞ്ചരിച്ചിട്ടുള്ളത്? വാസ്കോഡ ഗാമ. അപ്പോൾ വർഷം ചോദിച്ചാൽ 1498 മെയ് 20 വാസ്കോഡ ഗാമയും കൂട്ടരും എവിടെ എത്തിച്ചേർന്നത്? കാപ്പാട്. കാപ്പാടാണ് ഗാമയും കൂട്ടരും എത്തിച്ചേർന്നത് എന്ന് പഠിച്ചു വെക്കുക. പോർച്ചുഗീസുകാർ കുഞ്ഞാലിമരയ്ക്കാർ നാലാമനെ തൂക്കിലേറ്റിയ വർഷം. പോർച്ചുഗീസുകാർ കുഞ്ഞാലിമരയ്ക്കാർ നാലാമനെ തൂക്കിലേറ്റിയ വർഷം ചോദിച്ചാൽ 1600. 1600 എവിടെ വെച്ചിട്ടാണ്? ഗോവയിൽ വെച്ചിട്ടാണ് പോർച്ചുഗീസുകാർ കുഞ്ഞാലിമരയ്ക്കാർ നാലാമനെ തൂക്കിലേറ്റിയ വർഷം 1600. പിന്നെ ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തിട്ടുള്ളത് ആരാണ്? ചാലിയം കോട്ട പിടിച്ചെടുത്തത് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ്. കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ് ചാലിയം കോട്ട പിടിച്ചെടുത്തിട്ടുള്ളത്. കുഞ്ഞാലിമരയ്ക്കാർ നാലാമനെ തൂക്കിലേറ്റിയ വർഷം ചോദിച്ചാൽ 1600 ഗോവയിൽ വെച്ചിട്ടാണ്. ഇന്ത്യയിൽ ഡച്ച് മേൽക്കോയ്മ അവസാനിക്കുന്നതിന് കാരണമായ യുദ്ധം. ഇന്ത്യയിൽ ഡച്ച് മേൽക്കോയ്മ അവസാനിക്കുന്നതിന് കാരണമായ യുദ്ധം ചോദിച്ചാൽ അത് കുളച്ചൽ യുദ്ധമാണ്. കുളച്ചൽ യുദ്ധത്തിന്റെ വർഷം എത്രയാണ്? 1741 ഓഗസ്റ്റ് 10. ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ഡച്ച് മേൽക്കോയ്മ അവസാനിക്കുന്നതിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അപ്പോൾ ഡച്ചുകാർ ഇന്ത്യയിൽ എത്തിച്ചേർന്ന വർഷം ചോദിച്ചാൽ 1604. 1604 ഡച്ചുകാർ കോഴിക്കോട് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഡച്ച് മേൽക്കോയ്മ അവസാനിക്കുന്നതിന് കാരണമായ യുദ്ധമാണ് 1741 കുളച്ചൽ യുദ്ധം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിതമായ വർഷം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിതമായ വർഷം 1921. 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിതമായത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ
മുഖ്യമന്ത്രിയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ചോദിച്ചാൽ എപ്പോഴും ആരായിരിക്കും? മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ ചോദിച്ചാൽ വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രിയാണ്. റവന്യൂ മന്ത്രി ആയിരിക്കും കേട്ടോ, പഠിച്ചു വെക്കുക. റവന്യൂ മന്ത്രിയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ 2007. 2007 സ്ഥാപിതമായത്. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി. വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാവുന്ന വാതകം. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാവുന്ന വാതകം ഹൈഡ്രജൻ ആണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹൈഡ്രജൻ കണ്ടെത്തിയത്. ആരാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്? ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയിട്ടുള്ളത്. ഭാവിയിലെ ഇന്ധനം എന്നൊക്കെ അറിയപ്പെടുന്ന ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഓക്സിജൻ കണ്ടുപിടിച്ചിട്ടുള്ളത് ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. പഠിച്ചു വെക്കാം. ജോസഫ് പ്രീസ്റ്റ്ലി ആണ് ഓക്സിജൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാവുന്ന വാതകമാണ് ഹൈഡ്രജൻ. സൂര്യനിലെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. സൂര്യനിലെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാൽ അത് പൈറോമീറ്റർ ആണ്. വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹമാണ് വെള്ളി. വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹം ചോദിച്ചാൽ അത് വെള്ളിയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഷാമലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ചോദിക്കാറുണ്ട് കലാപ കേന്ദ്രങ്ങളും നേതാക്കളും. അപ്പോൾ ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ഷാമലാണ്. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡൽഹിയിൽ ജനറൽ ഭക്ത് ഖാനും പിന്നെ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനുമാണ്. മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനുമാണ് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കാൺപൂർ നാനാ സാഹിബാണ് കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അപ്പോൾ പഠിച്ചു വെക്കുക, ബറൌട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ഷാമലാണ്. പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. അപ്പോൾ നമ്മൾ കോഡിലൂടെ പഠിച്ചു പോയിട്ടുണ്ട്. ഷോർട്ട് വീഡിയോയിൽ ഡെയിലി നമ്മൾ PYQ+ കോഡ് ചെയ്യാറുണ്ട്, നിങ്ങൾ കാണാറുണ്ട് എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. ഏത് വർഷമാണ്? 1772 സംക്ഷേപ വേദാർത്ഥം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വർഷമെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, PSCയിൽ എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. 1772 സംക്ഷേപ വേദാർത്ഥം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. ഏത് വർഷമാണ്? 1922. നിസ്സഹകരണ പ്രസ്ഥാനം 1920. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? 1897 അമരാവതിയിൽ വെച്ച് നടന്ന
കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായരാണ് 1897 അമരാവതിയിൽ വെച്ച് നടന്നിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി വഹിച്ച ഏക മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഏക മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി സെക്ഷനിലാണ് അദ്ദേഹം അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത്. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ചോദിച്ചാൽ അത് ഇരവികുളമാണ്. ഇരവികുളമാണ് കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം. ഇരവികുളത്ത് സംരക്ഷിക്കപ്പെട്ട മൃഗം ചോദിച്ചാൽ ഏതാണ്? വരയാടാണ്. വരയാടാണ് ഇരവികുളത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മൃഗം. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം ചോദിച്ചാൽ അത് സൈലന്റ് വാലിയാണ്. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലിയാണ് കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെട്ട മൃഗം ചോദിച്ചാൽ സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങാണ്. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെട്ട മൃഗമാണ് സിംഹവാലൻ കുരങ്ങ്. കോശം കണ്ടുപിടിച്ചത് ആരാണ്? കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിച്ചത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് CK ലക്ഷ്മണൻ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി പഠിച്ചു വെക്കുക. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? CK ലക്ഷ്മണനാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ആദ്യ ഇന്ത്യൻ വനിത ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് കർണം മല്ലേശ്വരിയാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. അപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് CK ലക്ഷ്മണൻ. ആദിഭാഷ എന്ന കൃതി രചിച്ചത് ആരാണ്? ആദിഭാഷ എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ആദിഭാഷ വേദാധികാര നിരൂപണം ആദിഭാഷ പ്രാചീന മലയാളം ഇതെല്ലാം ആരുടെ കൃതികളാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ആദിഭാഷ, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നതെല്ലാം ആരുടെ കൃതികളാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യറാണ്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പൊ ആ സമയത്തെ ദിവാൻ ചോദിച്ചാൽ അത് സർ CP രാമസ്വാമി അയ്യറാണ്. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി ആചരിക്കുന്നു. GV രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കേരള കായിക ദിനമായി ആചരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പൊ എങ്ങനെ ഓർക്കാം? നമ്മുടെ കണ്ണിൽ കരട് പോയാൽ നമ്മൾ കറങ്ങും എന്നോർത്താൽ മതി. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അപ്പൊ എങ്ങനെ ഓർക്കാം? സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് രാജാവാണ് എന്നോർത്താൽ മതി. രാജാവ് എന്നതിൽ നിന്ന് രാജേന്ദ്ര പ്രസാദ് കണക്ട് ചെയ്ത് പോവാം. അപ്പൊ കണ്ണിൽ കരട് പോയാൽ എന്താണ്? നമ്മൾ കറങ്ങും. അപ്പൊ കരട് സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ ആണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർക്കാണ്? ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്?
മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. സോവിയറ്റ് യൂണിയൻ USSRൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തത്. മൗലിക അവകാശങ്ങളോ, മൗലിക അവകാശം കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. മൗലിക കടമകൾ കടമെടുത്തിട്ടുള്ളത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. മിശ്രഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ചോദിച്ചാൽ അത് സഹോദരൻ അയ്യപ്പനാണ്. SCRTയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ആരാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത്? സഹോദരൻ അയ്യപ്പനാണ്. 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിൽ വെച്ചിട്ടാണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. വർഷമെല്ലാം കൃത്യമായി തന്നെ പഠിച്ചോളൂ. 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിൽ വെച്ചിട്ടാണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? സമത്വ സമാജം സ്ഥാപിച്ചതും വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K. കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്ന K. കേളപ്പനാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വർഷം ചോദിച്ചാൽ 1930 ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. നോട്ട് ചെയ്യുക, ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്. ഏതാണ് വർഷം? 1697. ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15. ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആദ്യ കലാപം ചോദിച്ചാൽ അത് 1697 അഞ്ചുതെങ്ങ് കലാപമാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. PSC ചോദിച്ചും എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1905 ഓഗസ്റ്റ് 7. SCRTയിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട്. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണ്? 1905 ഓഗസ്റ്റ് 7. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമാണ്. ഏതാണ് വർഷം? 1966 ജനുവരി 10 ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന് താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? 1950 ജനുവരി 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അല്ലെ? ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ വൈസ് ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? ഗുൽസരിലാൽ നന്ദയാണ്. ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ആദ്യത്തെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ചോദിച്ചാൽ അത് ഗുൽസരിലാൽ നന്ദയാണ്. ആസൂത്രണ കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ചോദിച്ചാൽ ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ചോദിച്ചാൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല അത് ഇടുക്കിയാണ്. കേരളത്തിലെ
ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കടൽ തീരമുള്ള ജില്ല ചോദിച്ചാൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും കടൽ തീരമുള്ള ജില്ല അത് കണ്ണൂരാണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് ചോദിച്ചാൽ കൊല്ലമാണ്. അപ്പോൾ പഠിക്കുക, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ചോദിച്ചാൽ വേമ്പനാട്ട് കായലാണ്. ചോദിക്കാറുണ്ട് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ്. നാം കഴിച്ച ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ്? ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത്. ശബ്ദ തീവ്രത അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ശബ്ദ തീവ്രത ഡെസിബൽ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചല്ലോ ഊർജം, താപം, പ്രവൃത്തി എന്നിവയുടെ യൂണിറ്റ് ചോദിച്ചാൽ ഏതാണ്? ഊർജം, താപം, പ്രവൃത്തി എന്നിവയുടെ യൂണിറ്റ് ജൂളാണ്. പിന്നെ പഠിച്ചു ഊർജത്തിന്റെ CGS യൂണിറ്റ് ചോദിച്ചാൽ ഏതാണ്? CGS യൂണിറ്റ് അത് എർഗാണ്. അപ്പോൾ ശബ്ദം അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഡെസിബൽ ആണ്. പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ എന്തു വിളിക്കുന്നു? കാറ്റ് കടലിൽ നിന്നും കരയിലേക്കാണെങ്കിൽ എന്താണ് അറിയപ്പെടുന്നത്? കടൽ കാറ്റ് എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട 50 മുൻകാല ചോദ്യങ്ങളാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത ഈ ഒരു എഫേർട്ടിന് നിങ്ങളുടെ ലൈക്കും കമൻറ്റും തരാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മുടെ ചാനൽ പുതുതായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്